ഇന്നത്തെ കാലത്ത് മുട്ടുവേദന ഇല്ലാത്തവർ വളരെ കുറവാണ്. ഒരു 40 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവർക്കൊക്കെ മുട്ടുവേദന വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്കും, കയറ്റം സ്ഥിരമായിട്ട് കയറുകയൊക്കെ ചെയ്യുന്ന ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുത്ത് കയറുന്നവർക്കൊക്കെ ഈ മുട്ടുവേദന കോമൺ ആയിട്ട് കാണാം. എല്ലാ മുട്ടുവേദനയും അത്ര സീരിയസ് ആയിട്ടുള്ള വിഷയമൊന്നുമല്ല. നമുക്ക് പല മുട്ടുവേദനകളും വീട്ടിൽ നിന്ന് വളരെ ചെറിയ ഫിസിയോതെറാപ്പിയോ എക്സസൈസുകളോ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള 3 എക്സസൈസുകൾ, മുട്ടുവേദനയ്ക്ക് വേണ്ടിയുള്ള 3 എക്സസൈസുകളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത്, നമ്മളൊരു ബെഡിൽ ഇരിക്കുക. ബെഡിൽ ഇരുന്നിട്ട് കാല് മുട്ടിൻ്റെ അടിയിൽ ഒരു റൗണ്ട് സാധനം എന്തെങ്കിലും വെക്കുക. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു തുണി, ബെഡ്ഷീറ്റ് വേണമെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് മുട്ടിൻ്റെ അടിയിൽ വെക്കാം. എന്നിട്ട് അല്ലെങ്കിൽ ഒരു ബോൾസറോ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വെക്കുക. എന്നിട്ട് ആ മുട്ട് ബോൾസറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ബെഡ്ഷീറ്റ് റോളാക്കിയ ബെഡ്ഷീറ്റിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് കാലിൻ്റെ അറ്റം പൊക്കി വെക്കുക. എന്നിട്ട് മുട്ട കൊണ്ട് അത് പ്രസ് ചെയ്ത് പിടിക്കുക, ആ ബെഡ്ഷീറ്റിനെ അമർത്തി പിടിക്കുക. അതേസമയം കാൽഗ്രഭാഗം പൊക്കി വെക്കുകയും ചെയ്യുക. അങ്ങനെ കുറച്ച് നേരം പ്രഷറൈസ് ചെയ്ത് പിടിക്കുക. ഒരു മിനിമം ഒരു 5 സെക്കൻഡെങ്കിലും പിടിക്കുക. അത് പ്രഷറൈസ് ചെയ്ത് പിടിച്ചതിന് ശേഷം കുറച്ചങ്ങ് വിടുക. വീണ്ടും അതേപോലെ അമർത്തി പിടിക്കുക, വിടുക. വീണ്ടും അതേപോലെ പ്രഷറൈസ് ചെയ്ത് കുറച്ചൊരു 5 സെക്കൻഡ് പിടിക്കുക, വിടുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യാം. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത്, ഇതേപോലെ തന്നെ നമ്മളെ മുട്ടിൻ്റെ അടിയിൽ വെച്ച ഈ ബെഡ്ഷീറ്റ് എന്ത് ചെയ്യുക, കാലിൻ്റെ കണങ്കാലിൻ്റെ അടിയിൽ വെക്കുക. കണങ്കാലിൻ്റെ അടിയിൽ വെച്ചിട്ട് നീ പ്രസ് ചെയ്യുക. മുട്ട് താഴേക്ക് പ്രസ് ചെയ്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടിൻ്റെ പിറകു വശത്തുള്ള പേശികൾ ഇതൊക്കെ ഒന്ന് സ്ട്രെച്ചായി കിട്ടാൻ വേണ്ടിയാണ്. നല്ലോണം താഴേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വീണ്ടും വിടുക. അത് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം വിടാൻ. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ബെഡിലോ അല്ലെങ്കിൽ ഒരു കസേരയിലോ ഇരുന്നിട്ട് കാല് മുട്ട് നിവർത്തി പിടിക്കുക. നിവർത്തി പിടിക്കുന്ന സമയത്ത് മുട്ടിൻ്റെ മസിലൊന്ന് ടൈറ്റാക്കി പിടിക്കണം. അങ്ങനെ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക, വീണ്ടും വിടുക. വീണ്ടും ഇതേപോലെ തന്നെ കുറച്ച് നേരം നിവർത്തി പിടിച്ച് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് മസിലൊക്കെ ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് വീണ്ടും വിടുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. ഈ എക്സസൈസ് രാവിലെയും വൈകിട്ടും ഒരു 30 പ്രാവശ്യം വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് മുട്ടിൻ്റെ വേദനയിൽ വരുന്ന വ്യത്യാസം കാണാൻ പറ്റും. തീർച്ചയായും മുട്ടിൻ്റെ വേദന കുറയുന്നതായിരിക്കും. നമ്മുടെ മുട്ടിൻ്റെ ഈ വെയിറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് മുഴുവൻ എല്ലിലൂടെയല്ല, ആ കുറച്ച് പേശികളും കൂടി അത് കവർ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ പേശികളുടെ സ്ട്രെങ്ത്ത് കൂട്ടുന്നതോടുകൂടി തന്നെ നമ്മൾ മുട്ടിൻ്റെ സ്ട്രെങ്ത്തും കൂടും. അപ്പം അത്തരം എക്സസൈസുകൾ ചെയ്താൽ തീർച്ചയായും മുട്ടുവേദനയ്ക്ക് കുറവുണ്ടാകുന്നതാണ്.